വാഹനങ്ങൾ മോഷ്ടിച്ച് കടത്തിയ കേസിൽ ഉണ്ണിക്കുട്ടൻ അറസ്റ്റിൽ. ഇടുക്കി നെടുങ്കണ്ടത്താണ് ഓട്ടോറിക്ഷയും ജീപ്പും മോഷ്ടിച്ച് കടത്തിയത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുണ്ടക്കയം കൊക്കേർ സ്വദേശിയായ ഉണ്ണിക്കുട്ടനെ പോലീസ് പിടികൂടി. കട്ടെടുത്ത ഓട്ടോയുമായി വരുന്ന വഴി ഓട്ടോ ഓടിച്ചു മടുത്തപ്പോൾ ഒരു ജീപ്പ് കണ്ടു. ആ ജീപ്പുമായി പോയി ഒരു പെട്രോൾ പമ്പിലേക്ക് കയറി അവിടെ നിന്ന് ഫുൾ ടാങ്ക് ഡീസലും അടിച്ച് മുങ്ങുകയായിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പൊക്കിയതുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ കളവ് പോയില്ല. പുലർച്ചെ 2 മണിയോടെയാണ് മോഷണം ആരംഭിക്കുന്നത്. നെടുങ്കണ്ടം സ്വദേശി ജോബിൻ ജെയിംസിന്റെ ഓട്ടോറിക്ഷയാണ് പ്രതി ആദ്യം കടത്തിയത്. വാഹനത്തിന്റെ വയറുകൾ വിച്ഛേദിച്ച് നേരിട്ട് കണക്ഷൻ കൊടുത്താണ് ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കിയത്. തുടർന്ന് ഓട്ടോറിക്ഷയുമായി കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ സഞ്ചരിച്ച ഉണ്ണിക്കുട്ടൻ പാമ്പാടുംപാറയിലെത്തിയപ്പോൾ ടൗണിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് കണ്ടു. പാമ്പാടുംപാറ വിളയിൽ VS രാജന്റെ ഉടമസ്ഥതയിലുള്ള ജീപ്പും സമാനമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കട്ടപ്പന റൂട്ടിലൂടെ ഓടിച്ചുപോയി. കട്ടപ്പനയിലെ പെട്രോൾ പമ്പിലെത്തിയ ഉണ്ണിക്കുട്ടൻ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച ശേഷം പണം നൽകാതെ ജീപ്പുമായി കടന്നുകളഞ്ഞു. പമ്പ് ജീവനക്കാർ കട്ടപ്പന പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വിവിധ സ്റ്റേഷനുകളിലേക്ക് വിവരം കൈമാറി. ഇതിനെ തുടർന്ന് പെരുവന്താനം ഹൈവേ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ജീപ്പുമായി ഉണ്ണിക്കുട്ടനെ പിടികൂടുന്നത്. നമ്മളെ അറിയിച്ച് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് നമ്മുടെ ഹൈവേ പോലീസ് പെരുമേട് ഹൈവേ പോലീസിനോട് അറിയിച്ച് നമ്മളും പുറകെ പോയി ചേസ് ചെയ്ത് അപ്പോൾ കുട്ടിക്കാരൻ കഴിഞ്ഞു പോയത് വണ്ടി. അങ്ങനെ കുട്ടിക്കാരൻ താഴെ മുറിഞ്ഞ വഴി താഴെ വെച്ചിട്ട് ചേസ് കൊണ്ട് പിടിക്കുകയായിരുന്നു. ലഹരിമരുന്ന് കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് ഉണ്ണിക്കുട്ടൻ. കോട്ടയം, ഇടുക്കി ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. മോഷ്ടിച്ച വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്നതാണ് ഇയാളുടെ രീതി. നെടുങ്കണ്ടത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി എസ്റ്റേറ്റുകളിൽ വെൽഡിംഗ് ജോലികൾ ചെയ്തു വരികയായിരുന്നു ഉണ്ണിക്കുട്ടൻ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.